ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വീക്കെൻഡാണ്, സോ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പരിചയപ്പെട്ടിട്ട് പോവാം. ഇതാണ് അശ്വതി, എൻ്റെ കൊളീഗാണ്. അപ്പോൾ നമുക്ക് പോവല്ലേ. ഇത് നമ്മുടെ ഹൈലൈറ്റിൻ്റെ അവിടെ റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്, പാലത്തിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഞാൻ മാപ്പ് ഇട്ടിട്ടൊക്കെ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ കല്യാൺ സിൽക്സിൽ പോയിട്ട് അവൾക്ക് ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, സോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എത്തി. കറക്റ്റായിട്ട് തന്നെ മാപ്പ് ചതിച്ചില്ല. ദെൻ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എടുത്തു. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് തന്നെ ആളെടുത്തൊരു ചുരിദാറാണ്. അപ്പോൾ ട്രയൽ ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ, വായോ വായോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും ഇഷ്ടമായി, കാരണം നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പ്രൈസിന് ഒക്കെ സെറ്റായതായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ നല്ല ലൂസായിരുന്നു. അപ്പോൾ അവരെന്നെ സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. പിന്നെയും നമ്മൾ കുറച്ചുകൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ഞങ്ങൾ നോക്കി, ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റത്തെ എനിക്ക് ഈ പിങ്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കളറായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ കളറ് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇട്ട് നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് കുറച്ച് ആക്സസറീസ് നോക്കി. ആ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഏത് ഡ്രസ്സാണ് ചൂസ് ചെയ്തതെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ വീണ്ടും എക്സ്ട്രാ വേറെ ടോപ്പ് കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്യാൻ പോയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പർച്ചേസ് ചെയ്ത് അവൾ ഹാപ്പിയായി. സാധനം അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. 47 റുപ്പീസിന് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 40 രൂപയുടെ ഷേക്കും പിന്നെ 7 രൂപയ്ക്ക് എന്ത് വാങ്ങിക്കും. 47 രൂപയുടെ ഫ്രീ ആണ് കഴിച്ചത്. 3 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതെന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഗോകുലം മാളിലേക്ക് വിട്ടു. വിശന്നിട്ട് വേണ്ടായിരുന്നില്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അവൾ ഗോകുലം മാൾ കണ്ടിട്ടില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗോകുലം മാൾ എത്തി ഗൈസ്. ഗോകുലം മാൾ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി. അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഹൗ എക്സൈറ്റഡ് യു ആർ. ഗോകുലം മാളിൽ അവിടെ ഒരു ബാൽക്കണി സ്പോട്ട് ഉണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ സ്പേസ് ഇല്ല ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വോൾക്കാനോ പിസ്സയാണ് ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് വോൾക്കാനോ ട്രൈ ചെയ്യുന്നത്, ചീസൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസൊക്കെ കൂടുതൽ ആക്കി കഴിക്കാൻ. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ മുന്നേ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായി, അതൊന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി പിസ്സ തിന്നാനുള്ള ചടങ്ങിലേക്ക് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. അടുത്തത് എൻ്റെ കൂടെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്, എനിക്ക് ഏകദേശം തോന്നുന്നു 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു കുറേ കഥകളും. നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് തന്നെ. പിന്നെ നമ്മൾ അങ്ങനെ വിശദമായിട്ട് പരിചയപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ കഥകളും എൻ്റെ കുറേ കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്താണ്, അപ്പോൾ വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ജസ്റ്റ് ഈ വീഡിയോ ഇടുന്നത്. ഇതിൽ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇരിക്കട്ടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വ്ളോഗാക്കി ഇടുന്നത്. ഇത് കഴിഞ്ഞിട്ട് മൂവിക്ക് പോകാനും അതുപോലെ ബീച്ചിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്ത്, കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല. 4 പേർക്കുള്ള പിസയാണ് ഞങ്ങൾ 2 പേര് ഒറ്റയ്ക്ക് ഹോസ്റ്റലിലേക്ക് നേരെ വിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോകുലത്തിൻ്റെ ബാൽക്കണിയിൽ പോയിട്ട് അവിടെ മിററിൽ 2-3 ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് കുറച്ച് നേരം വായി നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ തിരികെയാണ് നേരെ ഹോസ്റ്റലിലേക്ക്. ഇനി അടുത്ത വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും ഗായ്സ്. ഞാൻ പോകുന്നു. ബൈ.